എല്ലാ ബിസിനസ്സുകാരും നിത്യവും ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ നോളജിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നോളജ് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്നൊരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡേ ടു ഡേ നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഞാൻ ആ ബിസിനസ് തുടങ്ങി ഇനി അത് മാത്രമാണ് എൻ്റെ ലൈഫ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ബിസിനസ് ഫീൽഡ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ നമുക്കില്ലാതിരുന്നാൽ നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിപ്പോകും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജേർണലിംഗ് എന്ന് പറയും. എല്ലാ ദിവസവും ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു പുസ്തകം എടുക്കുക, അതിൽ ഒരു പാട്ട്, ഒരു പേജായാലും ഒരു പേജോ ഒരു പാട്ടോ ആയാലും മതി, അത്രയും വായിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് എനിക്ക് മനസ്സിലായി എന്നൊന്ന് സ്ക്രിപ്റ്റ് ചെയ്യുക, നമ്മുടെ ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ചിലപ്പോൾ ബിസിനസ് എനിക്കെല്ലാം അറിയാമല്ലോ, എൻ്റെ ബിസിനസ്സിനകത്ത് എല്ലാം അറിയാമല്ലോ, അത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ രീതിയിലാണ് ഇപ്പോൾ ബിസിനസ് നടക്കുന്നത്. ഒരുപാട് വ്യത്യാസം വന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറയുണ്ടായി, ഇപ്പോൾ UPI നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഗൂഗിൾ പേ എന്ന് നമ്മൾ പറയുന്നത് UPI ട്രാൻസാക്ഷൻസ് ആണ് മുഴുവനായിട്ട് നടക്കുന്നത്. ക്യാഷ് വളരെ കുറഞ്ഞു. ഒരാൾക്ക് അതിനെ പറ്റിയിട്ട് അവബോധം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം എങ്ങനെയാണ് UPI വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവും എന്നൊരു ബിസിനസ്സുകാരൻ അറിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇഷ്ടം പോലെ ഫ്രോഡുകൾ കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലേ. സ്കാൻ ചെയ്ത് പോകും, പൈസ വന്നു എന്ന് കരുതും, പേയ്മെൻറ്റ് വന്നിട്ട് പിന്നെ ആ കസ്റ്റമറെ നമുക്ക് കാണാൻ പറ്റില്ല. എത്ര ആൾക്കാരുടെ അങ്ങനെയുള്ള കാശ് പോയിട്ടുണ്ട്. അപ്പം നമുക്കതിനെപ്പറ്റി കൃത്യമായൊരു ബോധം ഉണ്ടായാലോ. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കാര്യങ്ങളെ പറ്റിയിട്ട്. അല്ലാതെ എല്ലാം സ്റ്റാഫ് ചെയ്യുമെന്ന് കരുതുന്ന ബിസിനസ്സുകാരനും, കാരണം സ്റ്റാഫിൻ്റെ ഡൗട്ട് എപ്പോഴും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് അറിയണം. കാരണം അവിടെയാണല്ലോ നമ്മൾ പിന്നെ അതുപോലെ തന്നെയാണ് ഈ കാര്യം. വെൽത്തുമായി ബന്ധപ്പെട്ട് നല്ല ബോധമില്ലാത്തൊരു ബിസിനസ്സുകാരനെ എപ്പോൾ വേണമെങ്കിലും ഫീലാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. എല്ലാ ദിവസവും നമ്മുടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ നേരം മാറ്റിവെക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സോ ബിസിനസ് മാസ്റ്ററി ഹബ്ബിൽ നിങ്ങൾ തുടരുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങൾക്ക് ഗുണപ്രദമായ വീഡിയോസ് തരാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്.